നിങ്ങൾ ഭാരത സർക്കാർ ഒഴിച്ച് നിങ്ങൾ ഏത് സർക്കാർ ഇട്ടോ, നിങ്ങൾ പിന്നെ കേരള സർക്കാർ ഇട്ടോ, കർണാടക സർക്കാർ ഇട്ടോ, ഏത് സർക്കാർ, പക്ഷെ ഭാരത സർക്കാരുകളില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ വടക്കേന്ത്യയിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കില്ല നമുക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നു. ഈ പൊതുസമൂഹത്തിൽ നമുക്ക് അതിന് വിശ്വാസം. പക്ഷേ ഇത് ഇവിടത്തേക്ക് വന്നപ്പോൾ ശരിക്കും നമുക്ക് അതിനെക്കുറിച്ചൊരു പേടിയുണ്ട്. നമ്മളെല്ലാ രീതിയിലും അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഷൂട്ടിംഗ് പ്രോസസ്സ്. ഷൂട്ടിംഗ് കഴിഞ്ഞു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞു. നമ്മൾ ഇതിൻ്റെ ട്രെയിലർ വീണ്ടും സെൻസറിന് പോയി. സെൻസറിന് പോകുന്ന സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ട്രെയിലർ സർട്ടിഫിക്കറ്റ് കിട്ടി. എല്ലാ തിയേറ്ററുകളും പ്രദർശിപ്പിക്കുന്നു. പെട്ടെന്ന് നമ്മൾ സിനിമ സബ്മിറ്റ് ചെയ്തു. സിനിമ സബ്മിറ്റ് ചെയ്തവർ പറഞ്ഞു നമ്മൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ അറിയാലോ സെൻസറിൻ്റെ പ്രത്യേകത. നമ്മൾ അവർ സിനിമ കാണും. നമ്മൾ ഞാൻ സതീഷ് ചേട്ടൻ ഇവരൊക്കെ നമ്മളെല്ലാം പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർ സിനിമ കഴിഞ്ഞ് വന്നു. അപ്പോൾ അവരോട് ഭയങ്കര ഡിസ്കഷനായിരുന്നു. അപ്പോൾ നമ്മളെന്താ ഇത്രയൊക്കെ നമ്മളെ സിനിമയ്ക്ക് ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നു. നമുക്കറിയില്ല ഇത് സംഭവം അറിയില്ല. അപ്പോൾ നമ്മളവിടെ പോയി ഉള്ളിൽ നമ്മൾ 2-3 പേർക്ക് അതിൻ്റെ ഉള്ളിൽ എൻട്രി ഉണ്ട്. അപ്പോൾ അതിനകത്ത് സിനിമക്ക് ക്ലീൻ ഒരു കട്ട് പോലുമില്ല. യൂസ് സർട്ടിഫിക്കറ്റ് തരും, പക്ഷെ നിങ്ങൾ ടൈറ്റിൽ മാറ്റും. അപ്പോൾ ഞാൻ ആകെ ഭയങ്കര ഇതായി, നമ്മളെല്ലാം ടെൻഷനായി. അപ്പോൾ നമ്മൾ സാർ എന്താ പ്രശ്നം, നിങ്ങൾ ഭാരത സർക്കാർ ഒഴിച്ച് നിങ്ങൾ ഏത് സർക്കാർ ഇട്ടോ, നിങ്ങൾ പിന്നെ കേരള സർക്കാർ ഇട്ടോ, കർണാടക സർക്കാർ ഇട്ടോ, ഏത് സർക്കാർ, പക്ഷെ ഭാരത സർക്കാരുകളില്ല. അതിന് അവർക്ക് വലിയ ന്യായം നമ്മൾ വീണ്ടും ചോദിച്ചു. അപ്പോൾ ഞാൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാളൊരു നമ്മളൊരു സെൻസർ ബോർഡിന് മുമ്പിൽ ഇത്ര മാത്രം, കാരണം അവരെന്നെ പറയുന്നുണ്ട് നിങ്ങൾ വിവാദത്തിലേക്ക് പോയിട്ട് നമുക്ക് പ്രശ്നമല്ല, പക്ഷെ സാർ ഈ നമ്മളൊരു വിവാദത്തിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല, ഇതൊരു വിവാദത്തിലേക്ക് പോയി ഉണ്ടാക്കേണ്ട സിനിമയല്ല നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ പറയുന്നത് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഇത് ഭാരത സർക്കാർ നിങ്ങൾക്ക് തരില്ല. ഭാരത സർക്കാർ തരില്ല മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റിവ്യൂ കമ്മിറ്റിക്ക് മുമ്പ് പോകാം. അത് ഒരു 30 ദിവസം പ്രോസസ്സ് എടുക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നമ്മളെ പ്രസ് മീറ്റിംഗ് നിങ്ങളടക്കം ചോദിച്ചു 1-ാം തീയതി റിലീസാവേണ്ട സിനിമ. അപ്പം സമരം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രതിസന്ധിനെ അത് ജീവിച്ച് നമ്മൾ 8-ാം തീയതിയിലേക്ക് മാറ്റി. 8-ാം തീയതി നമ്മൾ സിനിമ റിലീസ് ചെയ്തൊരു ചെറിയ സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ലാത്ത നമ്മളൊക്കെ അഭിനയിക്കുന്ന സിനിമകളാണ്. അപ്പം അതിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലെത്തി. നമ്മൾ മൊത്തത്തിൽ സെൻസർ ബോർഡ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അപ്രീസിയേഷമായ ഒരു അടി നമുക്ക് കിട്ടി. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ വടക്കേന്ത്യയിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കില്ല നമുക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നു. ഈ പൊതുസമൂഹത്തിൽ നമുക്ക് അതിന് വിശ്വാസം. പക്ഷേ ഇത് ഇവിടത്തേക്ക് വന്നപ്പോൾ ശരിക്കും നമുക്ക് അതിനെക്കുറിച്ചൊരു പേടിയുണ്ട്. കാരണം നമ്മളൊരു കുട്ടി ഉണ്ടായി, കുട്ടീനെ വളർത്തി, ആ കുട്ടി വളർന്ന് വലുതായി, പെട്ടെന്ന് ഒരാളെന്ന് വന്ന് പറയുകയാണ് ഈ കുട്ടീനെ തലവെട്ടുന്നത്. അതേ അവസ്ഥയാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്.